ദോശ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ചമ്മന്തി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ അമ്മ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളി കട്ട് ചെയ്യണം, കറിവേപ്പില, മല്ലിയിലയുണ്ട്, പൊരികടലയുണ്ട്. ഇപ്പോൾ ചമ്മന്തി ഉണ്ടാക്കുന്ന ദൗത്യം ഞാൻ ഏറ്റെടുക്കുകയാണ്. ഞാൻ ഉണ്ടാക്കട്ടെ? ഇങ്ങോട്ട് നോക്കി പറയും. ഓക്കെ. അപ്പോൾ നമുക്ക് തക്കാളി കട്ട് ചെയ്യണം. തക്കാളി കട്ട് ചെയ്യാനുള്ള കട്ടിംഗ് ബോർഡ്. തക്കാളി ഒന്ന് കഴുകുക. അങ്ങനെ നമ്മൾ തക്കാളി കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കണം. ഇന്ന് തക്കാളിയും കൊണ്ട് വരുന്നത് വീക്ഷിക്കുന്ന അമ്മ. പരിപ്പ് എന്തിനാണ്? പരിപ്പിടുവോ? ശരി, ഞാൻ ഇവരെ പരിപ്പിട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കി നോക്കാം. കത്തിച്ചിരിക്കുന്നു. സിമ്മാക്കാം. അതിൽ വെള്ളമൊക്കെ പോട്ടെ. തിളക്കാനായിട്ട് കൈ വേണമല്ലോ. ഒരു ചട്ടം തൽക്കാലത്തേക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ എണ്ണ ഒഴിച്ചു. നമ്മളല്ല, അമ്മ എണ്ണ ഒഴിച്ചു. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആദ്യം പരിപ്പിടും. ശരി, പൊരികടലിൽ നിന്ന് നിറം മാറി വരുമ്പോൾ ഉള്ളിയും കറിവേപ്പില, മല്ലിയില എല്ലാം കൂടെ അമ്മ ഇടാന്നാണ് പറയുന്നത്. ഇതിൽ മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടുണ്ടോ? അത് ലാസ്റ്റ് ഉപ്പ് ഇടാം. ഈ സമയത്ത് ഉപ്പിട്ടാൽ അത് വതിക്ക് കയറ്റാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കുന്നു. കുക്കിംഗ് അറിയുന്ന വേറെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഇതെന്തോ സത്യത്തിനെന്തോ ഒരു നിറം മാറ്റം സംഭവിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഉപ്പ് നമ്മൾ ഉപയോഗിക്കുന്നില്ല, മാറ്റി വയ്ക്കാൻ തീരുമാനിച്ച്. നമ്മൾ വേറെ കല്ലുപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ നിലക്കി കൊടുക്കുക. നമ്മൾ ഫ്രിഡ്ജ് വൃത്തിയാക്കാണ് കൈസ്. പച്ചക്കറിയോ? വാങ്ങിയിട്ട് വന്ന പച്ചക്കറി അമ്മ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ നോക്കൂ, വീഡിയോ യൂട്യൂബിൽ വരും. പെട്ട് ഫ്രിഡ്ജിനകത്ത് നമ്മൾ കടല, പുരിക്കടല എല്ലാം ആയിട്ട് അത്യാവശ്യം അതായിട്ടുണ്ട്. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി അതിലേക്ക് തട്ടുന്നു, എന്നിട്ട് ഇളക്കുന്നു. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് വതക്കിയെടുക്കുക. ഈ വതക്കുന്നതിനെ വതക്കുക തന്നെയല്ലേ പറയാം, അതിന് വേറെ വല്ലതും പറയുമോ? വാട്ടുകയെന്നോ ഒന്നും എന്തെങ്കിലും? ഒന്നുമില്ലെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വേറെ പ്രദേശത്ത് വേറെ എന്തെങ്കിലുമൊക്കെ പറയാമായിരിക്കും. നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്താ നോക്കുന്നത്? ഫ്രിഡ്ജിൻ്റെ താക്കോലോ? അത് ഇരുന്നോട്ടെ, അതാണ് പാത്രമൊക്കെ വെക്കാൻ കറക്റ്റായിരിക്കുമല്ലോ. അത്യാവശ്യം അധികം ഒന്നുമില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്കിത് മുളക് പൊടിയും ഇടാം, മഞ്ഞപ്പൊടി ഇടാം. മഞ്ഞപ്പൊടി ഇടാം, അത്യാവശ്യം കുറച്ചിടാം. അമ്മ മുളക് പൊടി മാത്രം ഇടാമെന്ന് പറയുന്നത്. ഞാനാണെങ്കിൽ മുളക് പൊടിയും മല്ലിപ്പൊടി ഇല്ല, മഞ്ഞപ്പൊടി ഇടും. മുളക് പൊടി ആവശ്യത്തിനായി മുളക് പൊടി ഇട്ടുണ്ട്. ഒരുപാട് എരിവൊന്നും വേണ്ട, ഒരു ചെറിയൊരു എരിവ് മതി. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ജസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് നൈസായിട്ടൊന്ന് ചൂടായി കയറട്ടെ. അമ്മ ഇങ്ങോട്ട് പോയി നോക്കാം. അമ്മ അവിടെ ടാങ്കിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഓഫ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അമ്മ. മതി, വാ നോക്കിയിട്ട്. അതൊക്കെ യൂട്യൂബിൽ ഇട്ടുണ്ടോ? ജനലക്ഷങ്ങൾ കാണും. അങ്ങനെ ചെറുതായിട്ട് മുളക് പൊടി ഒരു പച്ചമണമെന്ന് പോകുന്നവരെ ചൂടാക്കുക അല്ലേ? ചമ്മന്തിയുടെ ചേരുവ ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മിക്സിയിലിട്ട് അടിക്കുന്നു, റെഡിയാക്കുന്നു. അമ്മ അത് മിക്സിയിലോട്ട് പകർത്തുകയാണ്. ഇതിൽ വെള്ളം ഒഴിക്കണോ? വേണ്ടല്ലോ. കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ടല്ലോ. കുഞ്ഞു ഡെവറ എടുക്കാനാണ് അമ്മ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇത് കഴുകണം. അടിച്ച ചമ്മന്തി നമ്മൾ ആ പാത്രത്തിലേക്ക് മാറ്റുന്നു. നമ്മൾ ഉണ്ടാക്കിയ ചമ്മന്തിയും ദോശയും നമ്മൾ കഴിക്കാൻ പോവാണ്. നമ്മുടെ ടേസ്റ്റ് നോക്കിയിട്ട് എങ്ങനെയുണ്ട് പറയും? പറയും. ഓക്കെ,
ചെറുതായി ഉപ്പ് കൂടിയ പോലെയല്ലേ? കുറച്ച് ഉപ്പ് കൂടിയ പോലെ തോന്നുന്നുണ്ട്. അമ്മയ്ക്ക് കുഴപ്പമില്ലാന്ന് പറയാം. ഇതാ അമ്മ മനസ്സ്. ബൈ.